കോട്ടയം പാലായിൽ ബസ് തലയിലൂടെ കയറിയിറങ്ങി ഒരാൾ മരിച്ചു. പാലാ കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് റോക്കീസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ദാരുണ സംഭവമാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? അനുജ, പാലാ കൊട്ടാരക്കറ്റം സ്റ്റാൻഡിന് ശേഷമുള്ള പഴയ ബസ് സ്റ്റാൻഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ബസ് പഴയ ബസ് സ്റ്റാൻഡിൽ തിരികെ പോകാൻ നേരം ഈ ബസ്സിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ കല്ലിൽ കാൽ വഴുതി, കാൽ തട്ടി ഈ ആൾ താഴേക്ക് വീഴുകയും ഈ ബസ് അമിത വേഗതയിലെത്തി ബസിന്റെ പിൻചക്രം ഇയാളുടെ തലയിലൂടെ കയറി ഇറങ്ങുകയുമാണ് ചെയ്തത്. ആൾ തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു. ആരാണ് മരിച്ചതെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡുകളോ രേഖകളോ ഒന്നും കൈവശം ഉണ്ടായിരുന്നില്ല. കഴുത്തിന് മുകളിലേക്ക് പൂർണ്ണമായും ബസ്സിനടിയിൽ കയറി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ബസ്സിലെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂത്താട്ടുകുളം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് റോക്കീസ് ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ഈ മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ബസ്സുകാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അനിൽ, കോട്ടയം പാലായിലാണ് ബസ് തലയിലൂടെ കയറിയിറങ്ങി ഒരാൾക്ക് ദാരുണാന്ത്യമുണ്ടായത്. പാലാ കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് റോക്കീസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമാണ് അശ്വിൻ പാലാഴി നൽകിയത്.